പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ ലോകത്തിൽ കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കാര്യങ്ങൾ ഉയർത്തി പറ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അനേകർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, എന്നാൽ കൃപയാൽ നമുക്ക് തന്ന ഉറക്കത്തിനായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം പ്രഭാതത്തിൽ നമ്മളെ ആരോഗ്യത്തോടെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തി പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി വീണ്ടും സ്തോത്രം ചെയ്യാം. അത്ഭുതമായി നടത്തുന്ന കർത്താവിന്, ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്ന കർത്താവിന്, സൗഖ്യത്തോടെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് തന്ന എല്ലാ നന്മകൾക്കും നന്ദി, കർത്താവ് തന്ന എല്ലാ കൃപകൾക്കും നന്ദി, കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് ആമേൻ പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് സങ്കീർത്തനം അതിൻ്റെ 106-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും, കർത്താവിൻ്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനും അങ്ങ് തന്നിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് നന്ദി. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊന്മുഖത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് നോക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയില്ലല്ലോ. ഞങ്ങളും ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഈ മക്കളെ മുഴുവനും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ഇവരെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുക. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ദാനം കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലായിട്ടും ദൈവത്തിൻ്റെ മഹത്വവും സമാധാനവും സന്തോഷവും അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തണം. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ ആമേൻ. സ്ട്രോക്ക് വന്ന് ആമേൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രത്യേകിച്ച് ബ്രെയിനകത്ത് ഡാമേജ് വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വത്തിനാക്കി കർത്താവരെ എഴുന്നേൽപ്പിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ആർത്രൈറ്റിസിനാൽ ബുദ്ധിമുട്ടി കാലിൻ്റെ മുട്ടുകൾക്ക് രണ്ടിനും വേദനയും നീരുമായി ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക. അതുപോലെ കാലിൻ്റെ ആമേൻ അടിഭാഗത്ത് വേദനയാൽ നടക്കുവാൻ പ്രയാസം അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എന്തു ഭക്ഷണം കഴിച്ചാലും അസിഡിറ്റി അനുഭവിക്കുന്നവർ, ആമേൻ വയറിനകത്ത് എരിച്ചിൽ, നെഞ്ചിനകത്ത് എരിച്ചിൽ അനുഭവിക്കുന്നവർ ഇപ്പോൾ നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആമേൻ. കർത്താവേ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ദൈവിക ആരോഗ്യമുള്ളവരായി തീരട്ടെ. ഇവരുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ എല്ലാ ബ്ലഡിനകത്തെ എല്ലാ കാര്യങ്ങളും യേശുവിൻ നാമത്തിൽ നോർമലാകട്ടെ. ദൈവിക ആരോഗ്യം, ഡിവൈൻ ഹെൽത്ത് ഉള്ളവരായി തീരട്ടെ. അതുപോലെ കർത്താവേ, ആമേൻ ആമേൻ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവ് വഴികളെ തുറക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിന്ന് ഇവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേക ഫേവർ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രത്യേകിച്ച് കർത്താവെ, ആ പുതുവർഷം സ്കൂളിൽ പുതുവർഷം തുടങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവെ, അവരെ ഞങ്ങൾ ഓർക്കുന്നു. യേശുവിൻ നാമത്തിൽ അവർക്ക് ആവശ്യമായ ജ്ഞാനവും ബുദ്ധിയും വിവേകവും കൊടുക്കണമേ. നല്ല ടീച്ചർമാരെ കൊടുക്കണം, നല്ല ഫ്രണ്ട്സിനെ കൊടുക്കണം. എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ പ്രത്യേക ഫേവർ ഉണ്ടാകട്ടെ. ലോകവ്യാപകമായി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കുകയും കർത്താവിൻ്റെ അഭിഷിക്തന്മാരെ ഉപയോഗിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തതിന് സ്തോത്രം. ജനത്തെ അങ്ങ് കൂട്ടിവരുത്തിയതിന് സ്തോത്രം. വചനത്തെ അങ്ങ് വെളിപ്പെടുത്തി തന്നതിന് സ്തോത്രം. നാളത്തെ മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവെ, ഇന്നലത്തേനേക്കാൾ അധികമായി
നാളെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ കർത്താവിൻ്റെ ഫേവർ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിച്ച നാളെ ഇന്ത്യൻ സമയം രാത്രി 9:30 നമുക്ക് മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥിക്കുക. ദൈവം നാളത്തെ മീറ്റിങ്ങിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ സ്തോത്രം പറയണം. ഇന്നലത്തെ മീറ്റിംഗ് കർത്താവ് അനുഗ്രഹമാക്കിയില്ലേ? പങ്കെടുത്ത എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലും അനുഗ്രഹമാക്കി നാളത്തെ മീറ്റിങ്ങിനെ മാറ്റും. പ്രാർത്ഥിക്കണം. നിങ്ങൾ ലിങ്കുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോട് പറയണം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ കർത്താവ് ചെയ്തത്, ഇന്നലെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പറയുമ്പോൾ അവരും അതിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവിൻ. അടുത്ത വാക്യം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. യേശു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കരമുയർത്തി പറ, യേശു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. എപ്പോഴും വരെയാ? ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ. കർത്താവ് പോകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഒരു കാര്യമേ ഉള്ളൂ അതിൻ്റെ വ്യവസ്ഥ എന്തുവാ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ ഉപദേശിക്കണം. മറ്റുള്ളവരെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ, കർത്താവ് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് മറ്റുള്ളവരെ എന്താക്കിക്കണം? ശിഷ്യന്മാരാക്കണം. ആമേൻ. എന്നിട്ട് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇതാണ് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്. അതായത് അവർക്ക് മനസ്സിലായി യേശു സ്വർഗാരോഹണം ചെയ്യുക. പക്ഷേ യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോഴും യേശു അവരോട് പറഞ്ഞു, ഡോണ്ട് വറി, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഹല്ലേലൂയ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും ഇതേ വാഗ്ദത്തം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അപ്പം ഈ പ്രോമിസ് എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ, ഈ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞ ജീവിതത്തിൽ നമുക്ക് ആമേൻ ഒരു സമാധാനം നൽകുന്നതും സ്വസ്ഥത നൽകുന്നതുമായ ആമേൻ ഒരു വാഗ്ദത്തമാണ്. നമ്മളെ ഗൈഡ് ചെയ്യുവാൻ, നമ്മളെ കംഫോർട്ട് ചെയ്യുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ എപ്പോഴും യേശു നമ്മുടെ കൂടെയുണ്ട്. ആമേൻ, ആമേൻ. ഈ സാഹചര്യങ്ങൾ, ആമേൻ, പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളായാലും, ആമേൻ, നമ്മൾ ആമേൻ സന്തോഷത്തിൻ്റെ സാഹചര്യങ്ങളായാലും, ഒരു സാഹചര്യത്തിലും നമ്മൾ തനിച്ചല്ല. അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ കൺസിസ്റ്റൻ്റ് ആണ്, മാറിപ്പോകുന്നില്ല. നമ്മുടെ കൂടെ എപ്പോഴും കർത്താവുണ്ട്. ഒരിക്കലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കുറയുന്നില്ല. നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതേ ഉള്ളൂ. സൂര്യൻ രാവിലെ എന്നും ഉദിക്കും. ചിലപ്പം ചില ദിവസം ചൂട് കുറവായിരിക്കും, ചില ദിവസം ചൂട് കൂടുതലായിരിക്കും. അന്ന് പറയും സൂര്യൻ ഉദിക്കാതിരുന്നിട്ടില്ല. സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. പക്ഷേ കാർമേഘം വരുമ്പോൾ ആമേൻ ആ ചൂടിനകത്തും പ്രകാശത്തിനകത്തും വ്യതിയാനം സംഭവിക്കുന്നത് പോലെ കർത്താവ് നമ്മുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുന്നില്ല. കർത്താവിൻ്റെ പ്രസൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ ചിലപ്പം അത് അനുഭവിക്കുവാൻ ആമേൻ നമുക്ക് സാധിക്കാതെ വരുന്നു. എന്നാൽ അവൻ്റെ സ്നേഹം കുറഞ്ഞു പോകുന്നതോ അവൻ്റെ സാന്നിധ്യം മാറിപ്പോകുന്നതോ ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അവൻ്റെ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ടത് ആ കോൺഷ്യസ്നെസ്സാണ്. എൻ്റെ കൂടെ യേശുവുണ്ട്, എൻ്റെ കൂടെ യേശുവുണ്ട്. ഏത് സാഹചര്യത്തിലും നമ്മളെന്ത് പറയണം? നമ്മുടെ കൂടെ യേശുവുണ്ട്. ഏത് സാഹചര്യത്തിലും പറയണം നമ്മുടെ കൂടെ യേശുവുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ പറയണം നമ്മുടെ കൂടെ യേശുവുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം നമ്മുടെ കൂടെ യേശുവുണ്ട്. ജീവിത പങ്കാളിയോട് പറയണം കൂടെ യേശുവുണ്ട്. കൂടെ ജോലി ചെയ്യുന്നവരോട് പറയണം എൻ്റെ കൂടെ യേശുവുണ്ട്. ഹല്ലേലൂയ. അതൊരു ജസ്റ്റ് ഒരു ഫീലിംഗ് അല്ല, അതൊരു റിയാലിറ്റിയാണ്. നമുക്ക് ട്രസ്റ്റ് ചെയ്യാനും നമുക്ക് ഉറപ്പിക്കാനും കഴിയുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ആ റിയാലിറ്റി നമ്മൾ ട്രസ്റ്റ് ചെയ്യുകയും ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ ഓർത്തോണം, നമ്മുടെ ജീവിതം കൂടുതൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയും, സമാധാനം കൊണ്ട് നിറയും, സ്വസ്ഥത കൊണ്ട് നിറയും. ഞാൻ പറയട്ടെ, ഒരു സിമ്പിൾ വേർഡ് നിങ്ങൾ ഉപയോഗിക്കുക. യേശു എൻ്റെ കൂടെയുണ്ട്, യേശു നമ്മുടെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്. എല്ലാത്തിനും ആദ്യമേ പറയേണ്ടത് ഒരാവശ്യം വരുമ്പോൾ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരാവശ്യം വരുമ്പം നമ്മൾ എന്നാ പറയുന്നത്, ഇന്നാൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഇന്നാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ഇന്നാളോട് ചോദിക്കാമെന്ന് പറയും. ഇതുപോലെ ഏറ്റവും ആദ്യം പറയേണ്ടത് യേശു എൻ്റെ കൂടെയുണ്ട്. നമുക്ക് യേശുവിനോട് ചോദിക്കാം, നമുക്ക് യേശുവിനോട് സംസാരിക്കാം. ആ ഒരു സാഹചര്യത്തിലേക്ക് ദൈവം ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെ ഉയർത്തട്ടെ. കരമുയർത്തി പറ, യേശു നമ്മുടെ കൂടെയുണ്ട്. ഒന്നുകൂടെ പറ, യേശു എൻ്റെ കൂടെയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ്, യേശു നമ്മുടെ കൂടെയുണ്ട്,
യേശു എൻ്റെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ട ഈ വചനത്താണ് കേട്ടോ. യേശു ഉണ്ടല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയാട്ട്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെങ്കിൽ ഷെയർ വിത്ത് സമ്മൺ. ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങൾക്കായിട്ട് മാത്രം ഒതുക്കരുത് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.